യേശു എൻ സ്വന്തം ഹല്ലേലൂയാ, എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതായി. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയാ, തീർന്നു എന്നാദ്യം നീങ്ങിരാവും. ഇരുട്ടിൻ പാശം അറുത്തു താൻ ജീവപ്രകാശം കാണുന്നു ഞാൻ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം ഹല്ലേലൂയാ, തുറന്ന സ്വർഗം കാണുന്നിതാ. പാപം താൻ നീക്കി രക്തത്തിനാൽ ദൈവകുഞ്ഞാക്കി ആത്മാവിനാൽ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. അടുത്ത സമയത്ത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ലോട്ടറി കച്ചവടം. ഓരോ ജംഗ്ഷനുകളിൽ, ഇടവഴികളിൽ ഒക്കെ മനുഷ്യർ ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. നാം ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും നമ്മെ പ്രതീക്ഷിച്ച് ലോട്ടറി കച്ചവടക്കാരുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും ഇത്രയധികം ലോട്ടറി കച്ചവടക്കാരെ കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് നാം കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് തന്നെ ലോട്ടറി കച്ചവടക്കാരുടെ നീണ്ട നിരയാണ്.
ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ടാകാം ഒരുപക്ഷെ ലോട്ടറി കച്ചവടത്തിന് ധാരാളം ആളുകൾ മുതിരാതെ ഇരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ജോലി സാധ്യതകളൊക്കെ അസ്തമിച്ചു വരുന്നതായ ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. ഉണ്ടായിരുന്ന ഫാക്ടറികളും സ്ഥാപനങ്ങളും ഒക്കെ പൂട്ടി ജോലിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന ചെറുപ്പക്കാരെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ? അതുകൊണ്ട് ഒരു തൊഴിലെന്നുള്ള നിലയിൽ അവർ ഒരുപക്ഷെ ലോട്ടറി കച്ചവടം തിരഞ്ഞെടുത്തതായിരിക്കാം. അങ്ങനെ ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിൽ ലോട്ടറി കച്ചവടത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും അനുമോദിക്കേണ്ടുന്നതായ ഒരു കാര്യം തന്നെയാണ്. അവർ സ്വന്തമായി ജോലി ചെയ്യുന്നു, അവർ അധ്വാനിക്കുന്നു, ആ പണം കൊണ്ട് അവർ ജീവിക്കുന്നു. എന്നാൽ കേരളത്തിൽ ഇത്രമാത്രം ഭാഗ്യവാന്മാരെ സൃഷ്ടിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നാം ഓർക്കേണ്ടുന്നതായ ഒരു കാര്യമുണ്ട്. കടമെടുത്തും ലോട്ടറി വാങ്ങി ഭാഗ്യവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പകൽ അന്ത്യോളം ജോലി ചെയ്ത് ആ പണം മുഴുവനും ലോട്ടറി എടുത്ത് ഭാഗ്യവാന്മാരാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സന്ദർഭവശാൽ ഒരു ലോട്ടറി കടയുടെ സമീപത്ത് ഞാൻ നിൽക്കുമ്പോൾ ആ കടയിൽ വന്ന് ലോട്ടറി എടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അവരെടുക്കുന്നത് 1-2 ലോട്ടറികളല്ല, കെട്ടുകണക്കിന് ലോട്ടറി ടിക്കറ്റുകളാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത്. അവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് ഓരോ കെട്ട് നോട്ടാണ് എടുത്ത് കൊടുത്ത് ലോട്ടറി വാങ്ങിക്കൊണ്ടു പോകുന്നത്. അന്ന് മുഴുവൻ ജോലി ചെയ്ത് കിട്ടിയതായ പണം മുഴുവനും ആ ലോട്ടറി കടയിൽ അവർ ചിലവാക്കുകയാണ്. അവർക്ക് ലോട്ടറി അടിച്ച് ഭാഗ്യവാന്മാരാകുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ടിക്കറ്റുകളൊക്കെ വാങ്ങുന്നത്. അവർ സ്വപ്നം കാണുകയാണ്, നാളെ അവർ വലിയ ബംഗ്ലാവും ഒക്കെ വെച്ച് വലിയ ധനാഢ്യന്മാരായിത്തീരുന്നത്, നിമിഷ നേരങ്ങൾ കൊണ്ട് ധനാഢ്യന്മാരായിത്തീരുന്ന ഭാഗ്യാവസ്ഥയെപ്പറ്റി ഓർത്ത് അവർ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ടിക്കറ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇവർ തന്നെ അവിടെ വന്ന് നിന്നുകൊണ്ട് ഇതേപോലെ കെട്ടുകണക്കിന് നോട്ടുകൾ കൊടുത്തിട്ട് വീണ്ടും ടിക്കറ്റ് വാങ്ങിക്കൊണ്ടു പോവുകയാണ്. ഭാഗ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ടിക്കറ്റുകൾ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. രസകരമായൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിൽ പഠിക്കുന്നതായ സമയത്ത് ഒരിക്കൽ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തൊട്ട് പിന്നിൽ നിന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ അടിക്കും. അപ്പോൾ അവിടെ നിന്ന് എല്ലാ മനുഷ്യരും തിരിഞ്ഞു നോക്കി. വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു മനുഷ്യൻ, അന്ധനായൊരു മനുഷ്യൻ, കയ്യിലെല്ലാം ലോട്ടറി ടിക്കറ്റുകളാണ്. അദ്ദേഹം വളരെ സാവധാനത്തിൽ പറയുകയാണ്, 1.5 ലക്ഷം. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നു, ഇപ്പോൾ അടിക്കും. ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം വളരെ പതുക്കെ പറയുന്നു, 1.5 ലക്ഷം. അങ്ങനെ മനുഷ്യൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി ആളുകളെ കൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുപ്പിക്കുന്നതായ ഒരു അന്ധനായ മനുഷ്യൻ ആ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആളുകളൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യവാന്മാരാകുവാൻ ശ്രമിക്കുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ഭാഗ്യം ലഭിക്കുന്നു എന്നാണ് അവരൊക്കെ കരുതുന്നത്. അങ്ങനെ വലിയ സമ്പത്തിൻ്റെ ഉടമകളായിത്തീർന്ന ധാരാളം ആളുകളുണ്ട്. അടുത്ത സമയത്ത് ചില വാർത്തകൾ കാണാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപ ലോട്ടറി അടിച്ച് കിട്ടിയതായ മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. അതിൽ പലരുടെയും ഇന്നത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർക്ക് നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഒരു സമയത്ത് കോടിക്കണക്കിന് രൂപ ലോട്ടറിയിലൂടെ കിട്ടിയവരാണ്. എന്നാൽ അതിനെ ശരിയാവണ്ണം വിനിയോഗിക്കുവാൻ സാധിക്കാതെ എല്ലാം ധൂർത്തടിച്ച് കളഞ്ഞ് ഇന്ന് ഏറ്റവും ദരിദ്രന്മാരായി തീർന്നിരിക്കുന്ന പലരെയും ആ വാർത്തയിലൂടെ കാണുവാൻ എനിക്ക് സാധിച്ചു. ഈ ലോട്ടറിയൊന്നും അടിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലാതെ ഭാഗ്യവാന്മാരാകുവാൻ, വലിയ ധനികരാകുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ ഒരു സ്ഥിതിയാണ്. ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുവാനുള്ളതായ മനസ്സില്ലാതെ വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് വലിയ വലിയ ധനാഢ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രമാത്രം ലോട്ടറി കച്ചവടം പെരുകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ലോട്ടറിയുടെ കാര്യം ഒന്ന് പരിശോധിച്ചാൽ, ഈ ലോട്ടറി ടിക്കറ്റ് ഒരാൾ മാത്രമേ എടുക്കുന്നുള്ളൂവെങ്കിൽ 100% ആ ടിക്കറ്റിന് സമ്മാനം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ 2 പേർ ടിക്കറ്റ് എടുക്കുമ്പോൾ സമ്മാനത്തിനുള്ള സാധ്യത 2-1 ചുരുങ്ങുകയാണ്.
വീണ്ടും 100 പേരെടുക്കുമ്പോൾ സാധ്യത 100-1 മാറുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എടുക്കുമ്പോൾ 1,00,000-1 ചുരുങ്ങുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഓരോ ദിവസവും അധ്വാനിക്കുന്ന പണം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ലോട്ടറി കടകളിൽ കൊടുത്തിട്ട് ഭാഗ്യം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ട് ലോട്ടറി കച്ചവടം ഓരോ ദിവസവും പെരുകി വരുന്നതായി കാണുവാൻ സാധിക്കും. ഒരു ലോട്ടറി അടിക്കുന്ന വ്യക്തിയെ നാം ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭാഗ്യക്കുറി എന്നാണ് അതിൻ്റെ പേര് തന്നെ. സാമ്പത്തികമായ നന്മയുണ്ടാകും, അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകാം. വളരെ പെട്ടെന്നൊരു മനുഷ്യന് തൻ്റെ കടങ്ങളൊക്കെ തീർക്കുകയോ അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്നതായ ബിസിനസ് ചെയ്യുകയോ വസ്തുവകൾ സമ്പാദിക്കുകയോ ബംഗ്ലാവ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വാസ്തവത്തിൽ ഇതാണോ യഥാർത്ഥത്തിലുള്ളതായ ഭാഗ്യാവസ്ഥ? കൂടുതൽ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്തോറും നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയല്ലേ ചെയ്യാറുള്ളത്? ഈ പണം എന്തു ചെയ്യണമെന്ന് വിനിയോഗിക്കാൻ അറിയാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. 4-5 തലമുറകൾക്ക് സുഭിക്ഷമായി കഴിയുന്നതിന് വേണ്ടിയുള്ള പണം സമ്പാദിച്ചു വെച്ചിട്ട് സുഖിമാന്മാരായി നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും സമാധാനമില്ല. അവരുടെ പണം എന്തു ചെയ്യണമെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ പണം നിമിത്തം അവരുടെ ജീവന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കിയാൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകൾ. പ്രിയമുള്ളവരെ, ലോട്ടറി അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിച്ചത് കൊണ്ടോ മനുഷ്യൻ ഭാഗ്യവാനാകുമോ? ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ ഭാഗ്യവാനാകണമെങ്കിൽ പണമല്ല അതിൻ്റെ മാനദണ്ഡം, സമ്പത്ത് വർദ്ധിക്കുന്നതല്ല അതിൻ്റെ മാനദണ്ഡം, ഇഷ്ടംപോലെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽ കിടന്നുറങ്ങുന്നതല്ല ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ളതായ ഭാഗ്യാവസ്ഥ. നമ്മുടെ ചുരുങ്ങിയതായ ആയുസ്സിൽ ധാരാളം പണം സമ്പാദിച്ചിട്ട് ആർക്കും പ്രയോജനപ്പെടാതെ നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് കൊണ്ട് ഒരു ഭാഗ്യവാൻ എന്ന് നമ്മെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവവചനം പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്രയോ ക്ഷണികമായ ആയുസ്സിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാം. അതുകൊണ്ട് വ്യർത്ഥമായതിൻ്റെ പിന്നാലെ പോയിട്ട് ജീവിതത്തെ നഷ്ടമാക്കി കളയുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അതുകൊണ്ട് സർവ്വലോകവും നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം, നാം ഭാഗ്യവാൻ എന്നുള്ള നിലയിലേക്ക് വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതേ സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും എന്നാണ് എഴുതിയിരിക്കുന്നത്. ആർക്കാണ് ഭാഗ്യാവസ്ഥ ഉണ്ടാകുന്നത്? രക്ഷയുടെ ഉല്ലാസഘോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നതായ വ്യക്തിയാണ് യഥാർത്ഥ ഭാഗ്യവാൻ. അർത്ഥാൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട പരിപാവനമായ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്ന് നമ്മുടെ പാപത്തെ പൂർണ്ണമായും കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഭാഗ്യവാൻ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയവനായ ദൈവം അവരുടെ അകൃത്യം കണക്കിടാതെ അവരുടെ ലംഘനം ക്ഷമിച്ച് പാപം മറച്ച് ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യരായി അവരെ പരിഗണിക്കുമ്പോൾ അവർ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിനപ്പുറമായി ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ചും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനിച്ച് 6 ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ പരിപൂർണമായും അന്ധയായിത്തീർന്ന ഫാനി ജെ ക്രോസ്ബി എന്ന് പറയുന്നതായ അമേരിക്കൻ വനിത ഏതാണ്ട് 8,000-ഓളം ആത്മീയ ഗീതങ്ങൾ എഴുതിയിട്ടുള്ളതായ വനിതയാണ്. അവരെഴുതിയിട്ടുള്ളതായ ഒരു പാട്ട് ഇങ്ങനെയാണ്: ബ്ലസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ, യേശുവൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. അന്ധയായ ആ സ്ത്രീ പറയുകയാണ്,
യേശുവൻ സ്വന്തമായതുകൊണ്ട് എൻ്റെ ഭാഗ്യം ചൊല്ലിക്കൂടാ. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചു. ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശ ബാധിച്ച അന്ധയായ ആ സ്ത്രീ, ജീവിതത്തിൽ ഒരിക്കലും പ്രകാശം കണ്ടിട്ടില്ലാത്തതായ ആ സ്ത്രീ, അവർ ദൈവസന്നിധിയിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പറയുകയാണ്, യേശുവൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളല്ല നമ്മെ ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം നമുക്ക് നൽകുന്നതായ ഏറ്റവും വലിയ രക്ഷയാണ് നമ്മെ ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. യേശു സ്വന്തമായി തീരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവരെ സംബന്ധിച്ച് അതേ സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതാണ് ഭാഗ്യവാന്മാർ എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴുള്ളതായ ഒരു ഗുണം. നാം കർത്താവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞിരുന്ന വലിയവനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. അതാണ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ സാധിച്ചിട്ടുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേസമയം താങ്കൾ ഇതുവരെയും ഈ ഭാഗ്യാവസ്ഥയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരിക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ, നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യവാനാക്കുന്ന ദിവസമാക്കി തീരട്ടെ. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നശ്വരമായ ലോകത്തിൽ പുഴുവും തുരുമ്പും കെടുത്തു കളയുന്നതായ സമ്പത്തിൻ്റെ പിന്നാലെ പോയി ഭാഗ്യവാന്മാരാകുവാൻ ശ്രമിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ ഞങ്ങൾ കാണുമ്പോൾ കർത്താവ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വലിയ രക്ഷയെ കണ്ടെത്തുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭാഗ്യവാന്മാരാകുവാൻ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെടുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ സഞ്ചരിക്കുന്നതായ പാതകളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. ആപത്തുകളും അനർത്ഥങ്ങളും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ സുരക്ഷിതരായ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദീർഘായുസ്സിലും ആരോഗ്യത്തിലും പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.